ശബ്ദം അത് മുഴങ്ങാൻ പോവുകയാണ് ഈ 2017 ഇതേ ഹാളിൽ വെച്ച് നമ്മൾ ഒരു ചെറിയൊരു വിരാമമിട്ട ആ ധ്വനി ഇവിടെ തുടരുകയാണ്. 2017 ആള് നിറഞ്ഞിട്ടില്ല, ആള് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കുറച്ചേ കൂടുതൽ ആളുകൾ വന്നേക്കാം. പക്ഷേ എണ്ണത്തിലല്ല വർണ്ണത്തിലാണെന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ധ്വനിയുടെ ശബ്ദം ഉയരുകയാണ്. ആദ്യത്തെ ശബ്ദം വരുന്നത് സദസ്സിന്റെ കരഘോഷത്തിനുണ്ടാവട്ടെ. അതിൽ നിന്നും ഊർജ്ജം പകർന്നുകൊണ്ട് കലാകാരന്മാർ ആരംഭിക്കുന്നതിന് മുമ്പേ സർവേശ്വരന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് സഫിത ജോബി പ്രാർത്ഥനയോടുകൂടി ധ്വനി 2017 ആരംഭം കൊള്ളുകയാണ്. ഓവർ ടു സഫി ജോബി. ഈശ്വരനെ ധ്യാനിച്ചുള്ള ആരംഭം. തുടർന്ന് കുഞ്ഞുങ്ങളുടെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പെർഫോമൻസ് ആണ്. വേദിയുടെ കലാകാരനെ പരിചയപ്പെടുത്തുമ്പോൾ നല്ല കൈയ്യിൽ വെച്ച് പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളൊന്ന് കൈവന്നിക്കും പേര് വിളിക്കുമ്പോൾ. കാരണം ഇത്രയും പേരിൽ എല്ലാവരും ആരാധനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കൈവന്നിച്ചാൽ മതി. നീരജ് മേനോൻ കൈയടിക്കുന്നവരെ വന്നിരിക്കും കേട്ടോ. അതുൽ അജിത്, പ്രണവ്, അർഫാൻ ഉല്ലാസ്, ദുർബർ രഞ്ജിത്ത്, റോഷൻ ഷെറി, മൗലിക് സർഹ, അൻസാഫ് സഫീർ. ഇവരുടെ സംഗീത സാന്ദ്രമായ കോൺസേർട്ടിലേക്കാണ് ആദ്യമായി നിങ്ങൾ പോകുന്നത്. ആസ്വദിക്കാൻ നിങ്ങളെ ഒരു സ്വാഗതം ചെയ്യും.
സൂപ്പർ പെർഫോമൻസ്. ഒരു വെസ്റ്റേൺ ഓപ്പറ ആരംഭിച്ച ഒരു ഫീൽഡിലാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. There was Neeraj Menon, Atul Ajit, Pranav Prabhu, Arfan Ullas, Dhruvat Ranjit, Roshan Shuri, Maulik Sarha and Ansaf Safir. ഇനി നമ്മളൊരു പാട്ടിൻ്റെ പെർഫോമൻസിലേക്ക് പോവുകയാണ്. ഇൻസ്ട്രുമെൻ്റൽ 2016 റിലീസ് ചെയ്ത ആ മൂവിയിൽ ബാദ്ഷാവ് എന്ന സിനിമയിൽ ഈ പാട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് ഒരു പാകിസ്ഥാനി ഖവാലിയാണ്. നുസ്രത് ഫത്തേ അലി ഖാൻ്റെ ഒരു ഫേമസ് ഖവാലിയാണ്, മേരെ റഷ്കെ ഖമർ. ഈ ഗാനം അവർ ഇൻസ്ട്രുമെൻറ്റിലൂടെ വായിക്കുകയാണ്. പുതിയ കലാകാരന്മാർ കൂടി ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പേര് വിളിക്കുമ്പോൾ ഒന്നുകൂടെ കൈയൊക്കെ പൊന്തിച്ച് എല്ലാവരും ഒന്ന് കാണാൻ. നേരത്തെ പങ്കെടുത്ത കുറേ ആളുകൾ ഇതിൽ ഓൾറെഡി ഉണ്ട്. നീരജ് മേനോൻ, അതുൽ അജിത് and Sriram is joining. Sriram, yes, താലിയ കൈയടിച്ചോളൂ. അപ്പോൾ എസ് കെ ഗൗതം ബാലാജി, പേര് കേൾക്കുമ്പോൾ വലിയൊരാളാന്നിരിക്കും അല്ലേ? എസ് കെ ഗൗതം ബാലാജി. ഹിയർ ഈസ് he and Sanjit Adiban. Now Arfan Ullas, he was there for the first session as well. And Ansaf Safir is already here. Mere Rashke Kamar, Paka instrumental. DQയുടെ ഒരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു സോളോ മൂവിയിലെ രഷമോ എന്നുള്ള സോങ് ആണ് അടുത്തതായിട്ട് ഇൻസ്ട്രുമെന്റലിൽ വരാൻ പോകുന്നത്. ഓൺ സ്റ്റേജ് 3 പേരാണിത് പെർഫോം ചെയ്യുന്നത്. ധൻവിൻ ദുൽഷൻ, ജെഫ് ഷെൽട്ടൺ ആൻഡ് ബെൻസിൽ ബിനോ. ഈ സോളോ ടീമിന്റെ കളർ കോഡും നല്ലൊരു സെയിം ആയിട്ടുണ്ട് കേട്ടോ. അവരുടെ യൂണിഫോമിറ്റിക്കും നല്ലൊരു കൈ കൊടുക്കാം. ഒരു സീനിയർ ടീമാണ്. സോ ദേ ഗോയിങ് ടു പെർഫോം രഷമോ ഫ്രം ദ മൂവി സോളോ. ആൻസൺ കൂടി ജോയിൻ ചെയ്യാൻ പോകണം ഈ ഒരു ടീമിലേക്ക്. അപ്പോൾ ആൻസണിന് കൂടി നല്ലൊരു കൈയടി കൊടുക്കണം.
കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേർന്നു നാം. ഹരിനാരായണന്റെ അതിമനോഹരമായ വരികൾക്ക് ഫോർ മ്യൂസിക് എന്ന ഒപ്പത്തിൽ വന്ന ആ ഒരു ടീമിന്റെ സംഗീതം കൂടിയായപ്പോൾ ഈ വേദിയിലേക്ക് നമ്മുടെ വിശിഷ്ടാതിഥി സരയു കടന്നെത്തിയിരിക്കുകയാണ്. എല്ലാ ആളുകളുടെയും ഹർഷാരവത്തോടു കൂടി സരയുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അറിയപ്പെടുന്ന അഭിനേത്രിയും നർത്തകിയും ഒക്കെ ആയിട്ടുള്ള സരയു നമ്മുടെ ക്ഷണപ്രകാരം ധ്വനി 2018 ഭാഗമാകാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേർന്നു നാം എന്ന അതിമനോഹരമായ ഗാനം ഇതേ ടീം തന്നെ നിന്നുകൊണ്ട് ഇൻസ്ട്രുമെന്റലായിട്ട് വായിക്കുകയാണ്. ആ കുട്ടികളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു.
അതിമനോഹരമായ ആ ഗാനം കുട്ടികൾ അതിമനോഹരമായിട്ട് തന്നെ വായിച്ചു അല്ലേ? ഇനി നമ്മൾ കുറച്ചുകൂടി പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൽ ഇറങ്ങിയ ഒരു സിനിമ, ആ സിനിമയിലൂടെ മലയാളികൾക്കല്ല ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ താരത്തെ ലഭിക്കുകയാണ്, ആമിർ ഖാൻ. ഖയാമത്ത് സെ ഖയാമത്ത് എന്ന സിനിമയിലെ എവർലാസ്റ്റിംഗ് റൊമാൻറ്റിക് മെലഡി ആയിട്ടുള്ള എ മേരെ ഹംസഫർ എക് സറാ ഇന്തിസാർ. ഓർക്കസ്ട്രേഷൻ വി ഹാവ് എ വണ്ടർഫുൾ യങ് ടീം. ധൻവീൻ ദുൽഷൻ, ജെഫ് ഷെൽട്ടൺ, ബെൻസിൽ ബിനു, SK Sarukesh, Maulik Sarha, Roshan Sherry and Ansaf Safir. अब है जुदाई का मौसम, दो पल का इंतजार.
ശരിക്കും കുട്ടിക്കാലത്തിലേക്ക് പോയി. പഴയ ഓർമ്മകളിലാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നതിനേക്ക് എത്ര മുമ്പുള്ള പാട്ടാണ്. 1989 റിലീസ് ചെയ്ത മൂവിയാണ്. കുട്ടികൾ ആ ഓർമ്മകളിലില്ലാത്തൊരു പാട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി കാഴ്ചവെച്ച കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുത്ത കയ്യടിയുടെ ഒരു ആർജവം പോരാ. നമ്മൾ മലയാളം കണ്ടിട്ടും ദാസേട്ടനെ കണ്ടിട്ടും ഉദിത് നാരായണന്റെ ഏമരെ ഹംസഫറൊക്കെ പാടിയതിനു ശേഷം ലൂയി ഫോൺസിന്റെ ഒരു പാട്ടിലേക്കാണ് കിടക്കാൻ പോകുന്നത്. ലൂയി ഫോൺസിന്റെ എക്കാലത്തെയും മികച്ച ലത്തീൻ സോങ്സിലെ 5ാമത്തെ റാങ്കിലെത്തി ബിൽബോർഡ് അതിന് റാങ്കിങ് കൊടുത്തിട്ടുള്ള ഒരു ഗാനമാണ്. ഇന്ന് ലോകത്തെല്ലാവരും പാടി നടക്കുന്ന സോങ് ആണ്. ഇനി ഗസ് ഹു ഇസ് ദാറ്റ്? റേസ് യുവർ ഹാൻഡ്സ്. ആ മോന് നല്ലൊരു കൈ കൊടുത്തേ. ഇസ് ഡെസ്പാസിറ്റോ. ഇസ് എ ലാറ്റിൻ ആൻഡ് സ്പാനിഷ് മിക്സ്. ഇത് ജസ്റ്റിൻ ബൈബർ പാടിയപ്പോഴാണ് ഈ പാട്ട് ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേർന്നത്. അതിമനോഹരമായ ഈ ഗാനം ഇറ്റ്സ് എ റാപ്പ് മിക്സ്ഡ് ലാറ്റിൻ സോങ്. ഡെസ്പാസിറ്റോവിന് വേണ്ടി വേദിയിൽ വരുന്നത് ഏകദേശം നമ്മുടെ ഇതേ ടീം തന്നെയാണ്. ധൻവീൻ ദുൽഷൻ, ജെഫ് ഷെൽട്ടൺ, ബെൻസിൽ വിനു. കയ്യടി നടന്നോട്ടെ. അതുൽ അജിത്, റോഷൻ ഷെറി, മൗലിക് സർഹ ആൻഡ് അൻസഫ് സഫീർ. നൗ ഇസ് ദ ടൈം ഫോർ ഡെസ്പാസിറ്റോ. ഗിറ്റാറിൽ തുടങ്ങും. Everybody.
ദിസ് ഈസ് വാട്ട് ഇസ് കോൾഡ് ബ്രേക്ക് ആൻഡ് ബീറ്റ്. അടിപൊളി. ഇനി അടുത്ത ഗാനത്തിലേക്ക് പോകുമ്പം വളരെ മൂടിങ്ങനെ കാലഘട്ടത്തിലുള്ളൊരു യാത്രയാണ്. 1988 റിലീസ് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയുടെ ടീം തന്നെ വളരെ ഗംഭീരമാണ്. അതിൻ്റെ കഥയും തിരക്കഥയും രചിച്ചത് ഫാസിൽ, സംവിധാനം ചെയ്യുന്നത് കമൽ. ഇതിനകത്ത് പാട്ടുകൾ എഴുതുന്നത് ബിച്ചു തിരുമല സാർ, സംഗീതം നൽകുന്നത് ഔസേപ്പച്ചൻ സാർ. ഔസേപ്പച്ചൻ സാർ ഇതിന് സംഗീതം നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായി നിന്ന ആൾ വിദ്യാസാഗർ, ഇന്ന് തമിഴിലെ ഏറ്റവും മികച്ച ഒരു സംഗീത സംവിധായകൻ. ഈ പാട്ടിന് കീബോർഡ് വായിച്ചത് സാക്ഷാൽ സൗത്ത് ഇന്ത്യൻ മൊസാർട്ട് AR റഹ്മാൻ, ആലപിച്ചത് ചിത്ര ചേച്ചി. എല്ലാം ജീനിയസ് ആയിട്ടുള്ളൊരു ടീമിന് സംഗമം. പാട്ട് ഇന്നും നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക്, ചേച്ചിമാരും അനിയത്തിമാരുമുള്ള എല്ലാവരുടെയും ഓർമ്മകളിലേക്ക്. കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഓൺ ഇൻസ്ട്രുമെന്റേഷൻ ടീം നമുക്ക് പുതിയൊരു ഇൻസ്ട്രുമെന്റൽ ടീംസ് എത്തിയിരിക്കുകയാണ്. ഡെൽവിൻ ദുൽഷൻ, ജെഫ് ഷെൽട്ടൻ, ബെൻസിൽ ബിനു, അൻസഫ് സഫീർ എന്നിവർ വായിക്കുന്നു. പാടുന്ന കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ലാ മക്കളെ പേരൊക്കെ ഒന്ന് പറഞ്ഞ്. ബിസ്മി നാമം കൊണ്ട് അല്ലേ? ജിസ്മി, ബിസ്മി, ജിസ്മി, നല്ല പേര്. കൈയടിച്ചേ. ചേച്ചി അനിയത്തിയാണോ? മോളെ പേരെന്താ? അന്ന. കൈയടിക്കുന്നത് ഷാവാണല്ലോ. ധനുഷ. മോന്റെ പേര്? അരവിന്ദ്. പ്രാർത്ഥന. നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുനാളിലേക്ക് പോകാൻ പോവാണ്. ഊഞ്ഞാലൊക്കെ കളിക്കുന്ന ഓർമ്മകളിലേക്ക്. ഇന്നൊന്നും ഊഞ്ഞാലൊന്നും ഇല്ല. ഊഞ്ഞാലും ഒക്കെ പാർക്കിലോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഊഞ്ഞാലുണ്ട് വീതിയുള്ള, മറ്റേ നമ്മൾ മരത്തിൽ പ്ലാവിലും മാവിലൊക്കെ കിട്ടിയിട്ടുള്ള ഊഞ്ഞാലുകളൊക്കെ ഇല്ലാതാവുന്ന കാലത്ത് ആ ഓർമ്മകൾ തുമ്പിയെ പിടിക്കാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലുള്ള നമ്മുടെ നന്മയുള്ള കുഞ്ഞുകാലത്തിലേക്ക് ഒരു യാത്രയാണ് കണ്ണാൻ തുമ്പി പോരാമോ. ഈ കുഞ്ഞു മക്കൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആലപിച്ചു. അതിനോടൊപ്പം ഓർക്കസ്ട്രേഷനും കൂടി ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി അവർ കാഴ്ചവെക്കുന്നത്.
നിങ്ങളൊക്കെ കുഞ്ഞുകാലത്തേക്ക് പോയോ അല്ലേ? ശരിക്കും കുഞ്ഞുകാലത്തേക്ക് പോയി. നന്നായിട്ട് കുട്ടികൾ പാടുകയും അതുപോലെ തന്നെ ഓർക്കസ്ട്രേഷൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി കുറച്ചും കൂടി പിന്നോട്ടേക്ക് കൊണ്ടുപോകണം. നമ്മൾ 1980കളിലേക്ക് പോകണം. ഇതിൽ പലരും ജനിക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. 80കളിൽ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു പ്രേം നസീറൊക്കെ അഭിനയിച്ചിട്ടുള്ള എയർ ഹോസ്റ്റസ്. അതിൽ ONV സാറ് രചിച്ച് സലീൽ ചൗധരി എന്ന് പറയും, സലീൽദ എന്ന് വിളിക്കുന്ന സലീൽ ചൗധരി, അദ്ദേഹം സലീൽദ സംഗീതം നൽകി ദാസേട്ടനും വാണിച്ചേച്ചിയും കൂടി ആലപിച്ചിട്ടുള്ളൊരു ഗാനമാണ്. ആ പാട്ടാർക്കെ അറിയോ? എയർ ഹോസ്റ്റസിലെ സലീൽജിയുടെ പാട്ടാണ്. ദാസേട്ടനും വാണിച്ചേച്ചിയും കൂടിയാണ് അത് പാടിയിട്ടുള്ളത്. ഒന്നാനാം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഊഞ്ഞാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വീണ്ടും ഊഞ്ഞാലിനെ കുറിച്ചുള്ള പാട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്നാനാം കുന്നിന്മേലിൽ നമ്മുടെ ഓർക്കസ്ട്രേഷൻ വരുന്നത് ധൻവീൻ ദുൽഷൻ, ഷെഫ് ഷെൽട്ടൻ, ബെൻസിൽ വിനു ആൻഡ് അൻസാഫ് ഷഫീർ. കുട്ടികൾ അതോടൊപ്പം പാടുന്ന കൂടിയുണ്ട്. അപ്പം കൊയറ് കൂടിയാണ് ഈ ഒരു പാട്ട്. എല്ലാവരും ചേർന്ന് കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ കുട്ടികൾ ആരൊക്കെ വന്നതിന് പ്രാവശ്യം അവരെ കൂടെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഈ മോളെ പേരെന്ന് പറഞ്ഞേ കേട്ടോ? നിങ്ങളെ കയ്യടി കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. മോളെ പേര് പറയും. രചന, അനൈക,
കണ്ണാന്തുമ്പിയും തത്തമ്മയും ഒക്കെ പാടിയിട്ട് വീണ്ടും ഒരു ഇന്റർനാഷണൽ ഒരു പെർഫോമൻസിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി 4 കലാകാരിമാരെ ഈ വേദിയിലേക്ക് വിളിക്കുക. 5 പേർ ക്ഷണിക്കുകയാണ്. ധനുഷ, വിഭുഷ, മെലീന, ബിസ്മി ആൻഡ് അൻസഫ്. ഇവർ 4 പേര് ചേർന്നുകൊണ്ടാണ് ഈ പാട്ട് ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിൽ കൂടെ വന്നിട്ടുള്ള ഇന്ത്യക്ക് പുറത്തുള്ള പ്രണയ ഗാനമാണ്. എനി ഗസ്? യാ, ആരാ? അവിടെ കൈയടി കൊടുക്കട്ടെ. നന്നായിട്ട് കറക്റ്റ് ഉത്തരം പറഞ്ഞു. നിങ്ങൾ ആരും മിണ്ടാതിരിക്കരുത്. ടൈറ്റാനിക്കിലെ സോങ് ആണ്. ടൈറ്റാനിക് തീർന്നിട്ട് അവസാനം ജാക്ക് മുങ്ങുന്നൊരു സീനുണ്ട്. അതാണ് അവസാനം നമുക്ക് കാണിച്ചു തന്നുണ്ടല്ലേ. ലാസ്റ്റ് ഒരു ചെറിയൊരു സ്നാപ്പിൽ ഷോട്ടിൽ ചെയ്ത് മതി. അപ്പോൾ നല്ലൊരു സ്നാപ്പ് ഷോട്ടിൽ ഒരു കൈയടി അതുപോലെ തീർന്നിട്ടൊന്ന് കൊടുക്കാൻ പറ്റും. ഗംഭീരമായി. ഇതോടുകൂടി നമ്മുടെ ഇൻസ്ട്രുമെന്റൽ പെർഫോമൻസസ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇനി ഫോർമൽ ഇനോഗ്രേഷനിലേക്ക് കടക്കാൻ പോകുന്നു. പാരൻസിനായാലും ആ ഒരു സ്ഥാപനം നടത്തുന്ന ടീച്ചേഴ്സിനായാലും അത് അവരെ പഠിപ്പിച്ചെടുക്കുന്ന അധ്യാപകൻ എല്ലാവർക്കും അതൊരു മെമ്മറബിൾ ആണ്. നമുക്ക് പിന്നീടാണെങ്കിലും അവർ ആ ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്തു. അതിനു വേണ്ടിയിട്ട് അവർ കഴിഞ്ഞ ഒരു 1.5 മാസത്തോളമായി കുട്ടികൾ അവരുടെ നോർമൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് രാവിലെ 8 മണി 9 മണി കഴിഞ്ഞാണ് അവർ വീട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അവർ അത്രയും സ്ട്രെയിനും സ്ട്രെസ്സും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അവർക്ക് ഇന്ന് പെർഫോമൻസ് അവർ നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും ഇവിടെ ഇത് തീരുന്ന വരെ ഇവിടെ ഇരുന്ന് അവരെ ഫുൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചു കൊള്ളുന്നു. എല്ലാവരെയും ധ്വനി 2018ലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നന്ദി ശ്രീ സഭ. ഇനി ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ അതിഥി കൂടിയായിട്ടുള്ള സരയുവിനെയും ഇതിൻ്റെ പാർട്ട്നേഴ്സിനെയും ക്ഷണിക്കുകയാണ്. പ്രകാശം അത് നാനാദിക്കും പരക്കുമാറാകട്ടെ. സംഗീതത്തിൻ്റെ ധ്വനി
എല്ലാ ദിക്കിലും പ്രതിധ്വനി മുഴക്കുമാറാകട്ടെ. ധ്വനി 2018 ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കുമാറാകട്ടെ. കർമ്മം നിർവഹിക്കുന്നത് മലയാളത്തിലെ പ്രിയ താരം സരയു. ജിനു ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്. ജിനു വേലായുധൻ. സഭ മാനേജിംഗ് പാർട്ണർ ഫിനോൺ ലേണിംഗ് സെന്റർ. ജിബൻ മാനേജിംഗ് പാർട്ണർ ഫിനോൺ ലേണിംഗ് സെന്റർ. നീതു ജിനു Head of Music Department. ഈ ഒരു ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തെങ്കിലും ഉദ്ഘാടന പ്രസംഗവും അതുപോലെ തന്നെ സരയുവിൻ്റെ 2 വാക്കുകൾ കേൾക്കാനും നമ്മളെവരും കാത്തിരിക്കുകയാണ്. സരയുവിൻ്റെ പെർഫോമൻസ് ഇന്ന് ഉണ്ടാകും എന്നുള്ളതോട് സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായി സരയുവിനെ ക്ഷണിച്ചോളും. വേദിയിലിരിക്കുന്ന ഫിനോൺ കേരളയുടെ സാരഥികൾ, പ്രിയപ്പെട്ടവരെ, കൊച്ചുകൂട്ടുകാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഉദ്ഘാടന പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയൊരു പ്രാസംഗികയൊന്നും അല്ല. ഞാൻ ലളിതമായ വാക്കുകളിൽ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയുള്ളൂ. എങ്കിലും ഇന്നിവിടെ വന്നിരുന്ന നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കൊച്ചുകുട്ടികളുടെയൊക്കെ പെർഫോമൻസ് കണ്ടപ്പോൾ എൻ്റെ ഒരു ബാല്യകാലത്തിലേക്കാണ് തിരിച്ചു പോയത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഓർമ്മകൾ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം കലാഭവനിലാണ് എൻ്റെ തുടക്കം. അവിടെയാണ് എൻ്റെ നൃത്തം അരങ്ങേറ്റമൊക്കെ നടന്നത്. അപ്പോൾ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു റെഡി ആവലുകളും കുട്ടികളുടെ ഒരു ഉത്സാഹവും ആ ചിലങ്കയുടെ ശബ്ദവും എല്ലാം ആ ഒരു ദിവസങ്ങളിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ നിങ്ങോട് ഇത്തരം ചെറിയ വേദികൾ, ചെറുതെന്നല്ല, ഒരു വേദിയും ചെറുതല്ല, ലളിതമായ പല ചടങ്ങുകൾ, അത്തരം വേദികളാണ് എന്നിലെ കലാകാരിക്ക് ഒരു സഭാകമ്പമില്ലാതെ 2 വാക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു നൃത്തം അവതരിപ്പിക്കാനോ ഉള്ള സാധ്യത തുറന്നു തന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വേദികളും അല്ലെങ്കിൽ ഇവിടെ കൊച്ചുകൂട്ടുകാർ വെക്കുന്ന ഓരോ ചുവടുകളും വളരെ വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ധ്വനി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം എന്ന് പറയുന്ന 4ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. 4ാം വർഷം എന്നൊക്കെ പറയുമ്പോൾ ശൈശവമൊക്കെ വിട്ട് ഒരു കുറുമ്പിൻ്റെ പ്രായത്തിലേക്ക് കിടക്കുകയാണ്. ആ ഒരു ഉത്സാഹത്തോടു കൂടി, ആ ഒരു ആവേശത്തോടു കൂടി ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഉത്സാഹപൂർവ്വം പ്രവർത്തിക്കാൻ ഈ ഒരു സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉദ്ഘാടന പ്രസംഗമൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഒരുപാട് പെർഫോമൻസുകളും നമുക്ക് കാണാനുണ്ട്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. എനിക്ക് എൻ്റെ ധാരണ നാട്ടിലുള്ള കുട്ടികളായിരുന്നു എപ്പോഴും കലാപ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് നിൽക്കുന്നത് എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടാണ് ഈ ഒരു ചിന്തയ്ക്ക് എനിക്കൊരു മാറ്റം വന്നത്. ഇവിടെ അധികം സമയം വരികയും ഇവിടെയുള്ള കുട്ടികളുടെ പെർഫോമൻസുകളും രക്ഷിതാക്കളുടെ ഒരു ഉത്സാഹമൊക്കെ കണ്ടപ്പോഴാണ് എൻ്റെ ധാരണ വെറും തെറ്റിദ്ധാരണയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഒരു ഉത്സാഹത്തോടു കൂടി തന്നെ കുഞ്ഞുങ്ങളുടെ കലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ. പക്ഷെ അത് ഒരു കോമ്പറ്റീഷന് മാത്രമുള്ളതായി മാറാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം എൻ്റെയൊക്കെ സ്കൂൾ സമയത്തൊക്കെ ഉറപ്പായും കലാരംഗത്ത് മുമ്പോട്ട് വരും, മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് വിചാരിച്ച പലരുടെയും പേരുകൾ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് കാലഘട്ടത്തിന് ശേഷം കേട്ടിട്ടേയില്ല. അവരൊക്കെ എങ്ങോട്ട് പോയി മറിയെന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പം അത്രയും മികച്ച കലാപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിരുന്ന കുരുന്നുകൾ പിന്നെ കാണാതാവുന്ന വളരെ വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ആ രീതിയിലൊരു ക്യാപ്സ്യൂൾ ഐറ്റംസിലേക്ക് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ പഠനത്തിലേക്ക് കലാപ്രവർത്തനങ്ങൾ മാറാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള കൂട്ടുകാർക്കെല്ലാവർക്കും, കൊച്ചു കൂട്ടുകാരെല്ലാവരും എന്നും വിനയത്തോടെയും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി മിടുക്കരായി തന്നെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ഒരു ശബ്ദമൊന്നിടറിയാൽ, ഒരു ചുവടൊന്ന് പിഴച്ചാൽ തീരുന്നതാണ് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും വിനയപൂർവ്വം പെരുമാറാനും പ്രവർത്തിക്കാനും കുരുന്നുകൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി
ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിലൊരു സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഈ ഒരു എളിയ കലാകാരി ഇത്രയും നല്ലൊരു പ്രൗഢഗംഭീരമായ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനുള്ള സന്തോഷം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഇന്നിവിടെ നടക്കാൻ പോകുന്ന ധ്വനി 2K18 നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സറിയു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടറാത്ത ചുവടുകളും പതറാത്ത ശബ്ദവുമായി മുന്നോട്ട് പോകട്ടെ കലാകാരൻ ആശംസിക്കുകയാണ്. സറിയുവിന് ഒരു ആദരവ് നൽകാൻ വേണ്ടി ഫിനോൻ ലേണിംഗ് സെന്റർ ആഗ്രഹിക്കുകയാണ്. ഒരു മെമ്മൻറ്റോ നൽകുന്നതിന് വേണ്ടി ഇതിന്റെ മാനേജിംഗ് പാർട്ണർ കൂടിയായിട്ടുള്ള ജിബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കാൻ വേണ്ടി സറിയുവിനെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇനി രണ്ടുപേരെ കൂടി ആദരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പാരൻസിൻ്റെ സപ്പോർട്ടാണ് ഈ സ്ഥാപനത്തിനും മക്കൾക്കും ഉള്ളത്. ആ സപ്പോർട്ട് കൊണ്ടാണ് മക്കൾ പെർഫോം ചെയ്യാൻ വേണ്ടി ഇത്രയും എനർജി കിട്ടുന്നതും ഈ സ്ഥാപനത്തിന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാനുള്ള ശക്തി ലഭിക്കുന്നതും. അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ടുപേരെ ഞങ്ങൾ ആദരിക്കുകയാണ്. ഇത് നമ്മൾ നല്ലൊരു ഇവൻറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലക്ഷറി ട്രാവൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ കൂടെ ആയിട്ടുള്ള മിസ്റ്റർ ഷബീർ പി അലി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഉപഹാരം സമർപ്പിക്കുന്നതിന് വേണ്ടി സറുവിനെ സ്വാഗതം ചെയ്യുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി മിസ്റ്റർ ഷബീർ പി അലിയെ ക്ഷണിച്ചു. ഈ ഒരു പാരൻസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫെനോനിലെ മക്കളുടെ പെർഫോമൻസും ഫെനോനെ കുറിച്ചും 2 വാക്കിൽ നിങ്ങളൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഫിനോൻ കേരളയുടെ 4 വർഷമായി എല്ലാ പരിപാടിയിലും പങ്കെടുക്കാനും അതിൻ്റെ വളർച്ച നമ്മൾ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ജിനുവും ടീമും സുഹൃത്താണ് ജിനു ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെയെന്ന് എൻ്റെ പേരിലും എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അവാൻസ് ഗ്ലോബ് കോൺട്രാക്ടിംഗ് LLC നമ്മുടെ മറ്റൊരു സപ്പോർട്ടർ കൂടിയാണ്. സ്ഥാപനത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് സ്വാഗതം ചെയ്യുന്നു. അവാൻസ് ഗ്ലോബ് കോൺട്രാക്ടിംഗ് LLC അവരില്ലെങ്കിൽ നിർബന്ധമായും അവർക്ക് വേണ്ടി നല്ലൊരു കൈയടി നമ്മളിവിടെ നൽകുന്നു. അവരെവിടെയുണ്ടോ ആ ദിക്കിലേക്ക് ഇതിൻ്റെ പ്രതിധ്വനി എത്തട്ടെ. കാരണം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി ഒരു സംഭവം കൂടിയുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പല ഡിവിഷൻ ഉണ്ട്. മ്യൂസിക്, ഡാൻസ്, ആർട്സ് ഡിവിഷൻ്റെ ഹെഡായിട്ടുള്ള വിനീഷ് സാർ ഉണ്ട്. അദ്ദേഹം ഒരു മാഷാണ്. അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് സരയുവിന് നൽകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനീഷ് മാസ്റ്റർ നേരത്തെ നമ്മുടെ പുറത്ത് നമ്മൾ ചിത്രം എടുത്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു അദ്ദേഹം. വിനീഷ് മാസ്റ്ററിൻ്റെ ഒരു ഗിഫ്റ്റാണ്. അത് അനാച്ഛാദനം ചെയ്തുകൊണ്ട് കാണണം. അതൊരു പത്രത്തിൻ്റെ ഉള്ളിൽ ഒതുക്കേണ്ടതല്ല, ഒരു അൺവീലിംഗ് ഗിഫ്റ്റാണ്. ഈസ് ഫ്രം ദ ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. ചിത്രകാരനാണ്. ഈ സ്ഥാപനത്തിന്റെ ചിത്രം ഇദ്ദേഹമാണ് നോക്കുന്നത്. ചുരിദാറിന്റെ കളർ വരെ അദ്ദേഹം കണ്ടെത്തിക്കൊണ്ടാണ് ആ ചിത്രം വരച്ചിരിക്കുന്നത്. വാട്ട് എ കോയിൻസിഡൻസ്. മാഷിന്റെ എന്ത് ദൃഷ്ടി എന്ന് പറയാ, ജ്ഞാനദൃഷ്ടി അല്ലേ? 2ാം കണ്ണ്, 3ാം കണ്ണ് എന്ന് പറയും. 3ാം കണ്ണിലൂടെ അദ്ദേഹം കണ്ട ചുരിദാറിന്റെ കളർ വരെ പെർഫെക്റ്റ് ആയിരിക്കണം. ചിരി വരെ പെർഫെക്റ്റ് ആണ്. ഇപ്പൊ എടുത്ത പിക്ചർ വരെ, കാതിലെ കമ്മൽ വരെ നോക്കിയാൽ കാണാം, എല്ലാം പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ എടുത്ത ഒരു പിക്ചർ പോലെ ഉണ്ട്. ഈ ഒരു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും നമ്മുടെ ഇതിന്റെ ഒരു അത്താണി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നാഴികക്കല്ലായിട്ടുള്ള ജിനു വേലായുധനാണ്. അറിയാം, എറണാകുളത്തെ കൊച്ചിൻ സാഗറും കലാഭവനിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. ഇപ്പോഴും UAE ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. UAE എമിറേറ്റ്സ് ഫ്ലൈറ്റ് കാറ്ററിംഗിന്റെ സ്ഥാപനം വരെ അതിന് ഡാൻസ് പെർഫോമൻസ് നൽകുന്നത് ഫിനോനും ജിനുവിൻ്റെ ടീമുമാണ്. അത് അറബിക് ഡാൻസേഴ്സിനെയും അതുപോലെ തന്നെ വെസ്റ്റേൺ ഡാൻസേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ അർമാനി ഹോട്ടലിലും ബുർജ് ഖലീഫയിലും ബുർജുൽ അറബിലും ഒക്കെ നമ്മൾ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്തും ഈ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള ജിനുവിനെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്നുള്ളൊരു എന്താ പറയുക, ഉള്ളിലൊരു ഇതുണ്ട്. കാരണം പ്രസംഗിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതല്ല. ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ള, ഞാനൊരു കോറിയോഗ്രാഫറും കൂടി ആയതുകൊണ്ട് ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ വർഷവും നന്ദി പറയാൻ ഒരാൾ വേണമെന്നുള്ളതൊക്കെ എനിക്ക് പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇന്ന് 4ാമത്തെ ആനിവേഴ്സറിയാണ് നമ്മുടെ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു സപ്പോർട്ട് നമുക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു തിരക്കല്ല, ഇതിലും കൂടുതലും കുട്ടികൾ നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
അതിൽ പലരും ഇപ്പോൾ നമ്മുടെ ആനിവേഴ്സറിയിൽ പങ്കെടുത്തിട്ടില്ല. അതെന്താ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം, ഒരു ദിവസം മാത്രമേ നമ്മൾ ഫിനോൺ കേരളയുടെ ഒരു പേരിൽ ഒരു പ്രോഗ്രാം നമ്മളിങ്ങനെ ഒരു ആനിവേഴ്സറി നമ്മൾ നടത്താറുള്ളൂ. മാക്സിമം അതിനുവേണ്ടി എല്ലാ പാരൻസിൻ്റെ അടുത്ത് നിന്ന് സപ്പോർട്ട് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് സർക്കുലർ കൊടുക്കാറുണ്ട്. എങ്കിൽ പോലും എല്ലാ വർഷവും ഇതേപോലെയൊക്കെ തന്നെ അതിൽ കുറച്ച് പേര് പങ്കെടുക്കും, കുറച്ച് പേര് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വർഷം നടത്തുന്ന ഈ ഒരു ആനിവേഴ്സറിയിൽ നമ്മളുടെ കുട്ടികൾ ഒരു വർഷം ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് പഠിച്ചു എന്നുള്ളത് അവരെ കാണിക്കാനും കൂടിയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അവർക്ക് കിട്ടുന്ന ഒരു വേദി. അങ്ങനെ ഓരോ വർഷവും ചെയ്യുന്തോറും അവർക്കുള്ള ഒരു എന്താ പറയുക, ഒരു വളർച്ചയിലേക്കുള്ള ഒരു കാൽവെപ്പാണിത്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഈ ഞാൻ എൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഇതൊന്നുമല്ല, ഇനിയും കുട്ടികളുണ്ട്. ഞാനപ്പോൾ ഈ അവസരത്തിൽ ഇത് പറയണമെന്നുണ്ട്, പക്ഷേ വരാത്തവരത് കേൾക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. മാക്സിമം എല്ലാ കുട്ടികളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഒരു ആനിവേഴ്സറിയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മളത് മാക്സിമം എല്ലാ കുട്ടികളുടെയും പാരൻസിനെ നമ്മൾ സർക്കിൾ കൊടുത്ത് അറിയിക്കാറുമുണ്ട്. എങ്ങനെയൊക്കെ അറിയിച്ചാലും നമുക്ക് കിട്ടുന്ന ഒരു ഇത് അവസാനം ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേ വേദിയിൽ തന്നെയാണ് നടത്തിയത്. അതും നല്ല രീതിയിൽ നല്ല സപ്പോർട്ടോടെ നല്ല വിജയമായിരുന്നു. ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇനിയും ഇത് 5ഉം 6ഉം 7ഉം 8ഉം വർഷങ്ങളിലേക്ക് കടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ്. അത് ഈ ഇരിക്കുന്ന പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെയും സപ്പോർട്ടുണ്ട്, ഇല്ലെന്നല്ല. ഇനിയും ഇതിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ഇനിയും വളർച്ചകൾ നമുക്കുണ്ടാവുള്ളൂ. ഇനി കൂടുതലൊന്നും പറയാനില്ല, കാരണം കുട്ടികളൊക്കെ രാവിലെ മുതൽ 10 മണി മുതൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നതാണ്. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. പരമാവധി നമ്മൾ ഇന്നിപ്പോൾ ഒരു 10-15-20 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ കൂടുതൽ ഞാൻ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇവിടെ ഈ വർഷം നമ്മൾ ഈ ആനിവേഴ്സറി പ്ലാൻ ചെയ്തപ്പോൾ ആരെ ഗസ്റ്റായിട്ട് കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ, സരയു ഇവിടെ ഗൾഫിൽ ഷോക്ക് വരുമ്പോൾ എൻ്റെ ടീമാണ് സരയുൻ്റെ കൂടെ ബാക്കപ്പ് ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് പ്രൊഫഷണലായിട്ട്. ആ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ ആണ് ആയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നി സരയുവിനെ ഈ വർഷം നമുക്ക് വിളിക്കാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 പേരോട് ഞാൻ പറഞ്ഞു നമുക്ക് സരയുവിനെ ഈ വർഷം ഗസ്റ്റായിട്ട് കൊണ്ടുവരാം. അങ്ങനെ സരയുവിന് തിരക്കുണ്ടായിട്ട് പോലും നമ്മളത് പറഞ്ഞപ്പോൾ മാക്സിമം നമ്മളൊപ്പം സഹകരിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ സരയുവിന് എൻ്റെ പേരിലും ഫിനോൺ കേരള പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വേദിയിലിരിക്കുന്ന എൻ്റെ പാർട്ട്നേഴ്സ്, കഴിഞ്ഞ വർഷം കണ്ട പാർട്ട്നേഴ്സല്ല, അവർ ചില കാരണങ്ങൾ കൊണ്ട് നാട്ടിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. അവരും ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ അവരുടെയും സപ്പോർട്ട് എനിക്ക് ഇപ്പോൾ അവർ വന്ന് ചേർന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കും ജിബിനും സവനും എൻ്റെ പേരിലും ഫിനോങ്ങളുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ ഈ ഒരു വെള്ളിയാഴ്ച അവധി ദിവസമായിട്ട് പോലും നമ്മളുടെ ഈ കുട്ടികളുടെ പ്രോഗ്രാമിന് വേണ്ടി കുട്ടികളായിട്ട് നമ്മളുടെ ഒപ്പം ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാ പേരൻസിനും എൻ്റെ പേരിലും ഫിനോൺ കേരളയുടെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഓക്കെ, നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. വളരെ വികാരഭരിതമായിട്ടുള്ള നന്ദി പ്രകടനം വല്ലപ്പോഴേ കേൾക്കാറുള്ളൂ, കാരണം എത്രയും സ്പീഡിൽ തീർക്കലാണ്. ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം സരയുടെ അടുത്ത് സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചടങ്ങ് അവസാനിപ്പിക്കുകയാണ്. കുട്ടികളുടെ കലാബോധവും കുട്ടികളിലുള്ള കലയോടുള്ള അഭിവാഞ്ചയും നാട്ടിലെക്കാളും ഇവിടെ കണ്ടുവരുന്നുണ്ടെന്നൊരു കാര്യം പറഞ്ഞു. സെപ്റ്റംബർ 1-ാം തീയതി മുതൽ ഡിസംബർ 25-ന് ക്രിസ്മസ് വരെയുള്ള ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച സരയുവിനിവിടെ വന്നാൽ ഓണസദ്യ കഴിക്കാൻ പറ്റും, തിരുവാതിര കാണാൻ പറ്റും, ഓണസദ്യ കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓണത്തിൻ്റെ എല്ലാ കലാരൂപവും കാണാൻ പറ്റും. കാരണം ഗൾഫിലെ കുട്ടികളും നമ്മളും ഓണം എന്താണെന്ന് ശരിക്കും അറിഞ്ഞുകൊണ്ട് ഓണപ്പൊട്ടനെയും എല്ലാം കണ്ടുകൊണ്ടാണ് ഇവിടെ വളരുന്നത്. കാരണം നാട്ടിലെ എല്ലാം മറന്ന് ഷവർമയും ബർഗറും കഴിക്കുമ്പോൾ നമ്മളിവിടെ ഇല വാങ്ങിയിട്ടുള്ള ചോറ് കിട്ടുന്ന കട തപ്പി നടക്കുന്ന, അല്ലെങ്കിൽ നാടൻ ചായ പാലുള്ള ചായ കിട്ടുന്ന കട തപ്പി നടക്കുന്ന ഒരു കാലത്തിലാണ് ഇവിടെ പ്രവാസികൾ ശരിക്കും ഒരു റെസിപ്രോക്കലായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത, ഈ വർഷത്തെ സീസണിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് ഇന്നിവിടെ UAE അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇനി മുതൽ റംസാൻ വരുന്നു. റംസാൻ വന്നു കഴിഞ്ഞാൽ
വെക്കേഷനാണ്. ആ 2 മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ സ്കൂൾ തുറക്കുന്നു. ഓണത്തോടു കൂടി സീസൺ ആരംഭിക്കുകയാണ്. അപ്പം ഈ ഒരു സീസണിലെ അവസാന വെള്ളിയാഴ്ച നമുക്കെല്ലാം ഒത്തുചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ചടങ്ങ് പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സരയുടെ പെർഫോമൻസ് എന്ന് ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണണം. കാരണം നല്ലൊരു പെർഫോമറാണ്. കൊച്ചിൻ കലാഭവനിലൂടെ നൃത്തത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് നൃത്തത്തിലൂടെ കേരളത്തിൽ അറിയപ്പെടുന്ന നർത്തകിയായി മാറി അഭിനേത്രിയായി മാറിയ ആളാണ് സരയു. സരയുവിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവിടെ വെച്ച് കാണാൻ കഴിയുന്നതും ഫെനോൻ്റെയും രക്ഷിതാക്കളുടെയും നമ്മുടെ ഒരു സൗഭാഗ്യം. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ധ്വനി 2018 ഏറ്റവും വലിയൊരു അട്രാക്ഷൻ, ആകർഷണം കൂടിയായി മാറാൻ പോവുകയാണ്. അതുകൂടി പറഞ്ഞുകൊണ്ട് അധ്യക്ഷനില്ലാത്തൊരു ചടങ്ങായതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് പൂർണ്ണമായതായി നിങ്ങളോട് അറിയിച്ചു കൊള്ളുന്നു. തുടർന്ന് വേദിയിൽ കുട്ടികളുടെ സംഗീതപരമായിട്ടുള്ള വോക്കൽ പ്രോഗ്രാംസ് ആരംഭിക്കാൻ പോവുകയാണ്. ക്ലാസിക്കൽ സോങ്സ് ഒക്കെ തന്നെ വേദിയിലുണ്ടാകും. തിരശ്ശീല താഴാനുള്ള സമയമായിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിൽ ബി ബാക്ക് സോൺ വിത്ത് മ്യൂസിക്കൽ പെർഫോമൻസ്.